പ്രിയ മതനത്തോരാമരത്ത വെള്ള ഷർട്ട് വെള്ളമുണ്ട്. ആ അത് പോണ് ശിവേട്ടൻ്റെ ആണല്ലോ. ഭഗവാനെ ഇയാളിപ്പോൾ വെള്ളത്തിലും പെട്ടോ? ശിവേട്ടോ ശിവേട്ടോ ഇപ്പം എന്താ പിന്നെ ഇപ്പം ചെയ്യുക? ഫയർഫോഴ്സിനെ വിളിക്കാവോ നല്ലത്. ഇത് എവിടേക്കാണ് ഓടണേ? ഇതാ നമ്മുടെ ശിവേട്ടനെ കുളത്ത് പെട്ട ഈ വേഗം ഫയർഫോഴ്സിനെ വിളിക്ക്. അയ്യോ ആ അവിടെ എത്തിയോ? അതെ ഒന്നാക്കിക്കോട്ടോ, ആവശ്യം വരും. വേം വാ. ആ ഈ ആർക്കാ വിളിച്ച്? നമ്മുടെ ചന്ദ്രേട്ടനെ ഒരു 1/2 ലിറ്റർ മേടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ എന്തായാലും ആവശ്യം വരില്ലോ, അതുകൊണ്ട് 1 ലിറ്റർ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും നന്നായി. അയ്യോ മറന്ന ഫയർഫോഴ്സിനെ വിളിക്കാൻ. ഹലോ ആ ഫയർഫോഴ്സ് അല്ലേ? ആ ഇത് കുളത്തിൽ ഒരാൾ പെട്ടു, പരിയാത്ര കുളം. ആ പ്രദീപ് കണ്ണത്ത് ഹൗസ്. ആ നമ്പറോ 7555881130. ആ എൻ്റെ നമ്പർ തന്നെ. വേമല്ലേ സാറേ? ആ താങ്ക് യു. എടാ ഫയർഫോഴ്സുകാർ വരും, അവർക്ക് വഴി കാണിച്ചു കൊടുക്കണം. നമുക്കാണ് മേലേക്ക് കയറിയാലോ? എടാ നിങ്ങൾ എടാ ശിവേട്ടൻ കുളത്തിൽ പെട്ടു. അപ്പൊ ഫയർഫോഴ്സുകാരെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്, അവർ വരുന്നുണ്ട്, അവർക്ക് വഴി കാണിച്ചു കൊടുക്കാനാണ്. അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, ശിവേട്ടന്റെ വീട്ടിലേക്ക് ടാർപ്പായും കുറച്ച് ചെയർ എടുത്തിട്ട് വായോ. അതെ നീ ശിവേട്ടന്റെ വീട്ടിൽ പോയിട്ടേ മയത്തിൽ കാര്യങ്ങളൊക്കെ ഒന്ന് പറയും. എടാ ഞാൻ എങ്ങനെയാണെന്ന് പറയാ, ചിരി വരും. ഞാനവിടെ തന്നാണല്ലോ, പോയി പറയടാണ്ട്. ഓ നല്ല ഭക്ഷണം കഴിച്ച് ശരിയായിട്ടില്ല, ലൂസായിട്ടാ പോണത്. ഇനി ശങ്ക തീർന്നില്ല, കൂടി പോയി നോക്കിയോട്ടെ. അല്ല കുട്ടികളെ നിങ്ങൾ എവിടേക്കാ പോണത്? എവിടേക്കാ പോകേണ്ടത് അറിയില്ല, പോണ്ടി വരും. ശിവേട്ട അങ്ങനെ മരിച്ചാൽ മതിയായിരുന്നു. 1/2 ലിറ്ററിന്റെ പൈസ വേറെ പോയില്ലേ? എനിക്ക് ഇതൊന്നും കേൾക്കാൻ ഞാനില്ലേ, ഞാൻ പോയിട്ട് എന്തായാലും ഇത് കേസാവും. ഇതിൽ തൂങ്ങിത്തിരിയാൻ എനിക്ക് പറ്റില്ല, എനിക്ക് നാളെ പണിയുള്ളതാ, ഞാൻ പോവാ. എടാ നീ വരില്ലേ? ആ എടാ ഒന്നും വിചാരിക്കണ്ടട്ടാ, കുറച്ച് തിരക്കുണ്ട്. ഇതാ മുങ്ങല്ലേ അല്ലേ? ഞാൻ ചൂണ്ടയിൽ ചിലപ്പോ മീൻ കൊത്തിയിട്ടുണ്ടോ, ഒന്ന് നോക്കിട്ട് പോരെ. അതെ ഇവിടെ ഇതൊക്കെ ഉണ്ടാക്കിയത് നീയാണ്, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി പോയാൽ മതി. ഈയെ ഒന്നോട്ട് പേടിക്കണ്ട. അണക്കിപ്പോ എന്താ വേണ്ടത്? കേസിന്ന് ഒരു വേണം, ഫയർഫോഴ്സുകാർക്ക് പണി കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. സിമ്പിൾ. വരാട്ടോ അവിടെ നമുക്ക്. മുങ്ങോ പോയിട്ട് കുറെ നേരമല്ലോ. ഇവിടെ ഇരിക്കുക, അന്റെ വീട് നിന്ന് കത്തണോ? പൽപ്പോസ് വന്നുണ്ട്, വെഞ്ചില്ലേ? ആളി കത്തുന്നില്ലല്ലോ. എടാ എന്റെ വീട്. എടാ ഇതിലും വലിയ പ്രശ്നം ഞാൻ പരിഹരിച്ചിട്ടുണ്ട്, പിന്നെ ഇപ്പൊ സിമ്പിൾ അല്ലേ? എടാ ഇതിലും നല്ലത് ഞാൻ ജയിലിൽ പോവായിരുന്നു.